വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം 1908 ജനുവരി 21. ബഷീർ ജനിച്ച സ്ഥലം തലയോലപ്പറമ്പ്. ബഷീറിൻ്റെ പിതാവിൻ്റെ പേര് കായി അബ്ദുറഹ്മാൻ. ബഷീറിൻ്റെ മാതാവിൻ്റെ പേര് കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ തൂലികാനാമം ബേപ്പൂർ സുൽത്താൻ. ബഷീറിൻ്റെ ആദ്യ പ്രസിദ്ധീകരിച്ച കഥ എൻ്റെ തങ്കം. ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനം. ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വർഷം 1930. ബഷീർ തടവിൽ കിടന്ന ജയിൽ കണ്ണൂർ ജയിൽ. ബഷീർ എഡിറ്റ് ചെയ്ത വിപ്ലവ മാസിക ഉജ്ജീവനം. ബഷീർ ഉജ്ജീവനത്തിൽ ഉപയോഗിച്ച തൂലികാനാമം ഭാരതീയൻ. ബഷീറിൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവൽ ബാല്യകാലസഖി. ബാല്യകാലസഖിയിലെ നായകൻ മജീദ്. ബാല്യകാലസഖിയിലെ നായിക സുഹറ. ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം 1982. ബഷീർ അന്തരിച്ച വർഷം 1994 ജൂലൈ 5. ബഷീറിൻ്റെ ഏക നാടകം കഥാബീജം. ബഷീർ ബാലസാഹിത്യ കൃതിയായി രചിച്ച കൃതി മാന്ത്രിക പൂച്ച. ബാല്യകാലസഖിയുടെ അവതാരിക എഴുതിയത് സുകുമാർ അഴീക്കോട്. മരണശേഷം പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ നോവൽ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ. ബഷീറിൻ്റെ കൃതികളിൽ പരാമർശിക്കുന്ന സ്ഥലത്തെ ദിവ്യൻ എട്ടുകാലി മമ്മൂഞ്ഞ്. സിനിമയാക്കിയ ബഷീറിൻ്റെ ആദ്യ കഥ നീലവെളിച്ചം. നീലവെളിച്ചം സിനിമയുടെ പേര് ഭാർഗവി നിലയം. ബഷീറായി സിനിമയിൽ വേഷമിട്ട ആദ്യ നടൻ മധു. മതിലുകൾ സിനിമയിലെ നായകൻ മമ്മൂട്ടി. മതിലുകൾ സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് എഴുതിയ കൃതി പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ കൃതികളിലെ പ്രധാന സ്ഥലം ബേപ്പൂർ. ബഷീർ സഞ്ചരിച്ച പ്രധാന നാടുകൾ ഇന്ത്യ, ആഫ്രിക്ക, ഏഷ്യ. ബഷീർ ചെയ്ത പ്രധാന ജോലികൾ പാചകം, കണക്കെഴുത്ത്, തോട്ടം ജോലി. ബഷീർ ഹിമാലയത്തിൽ താമസിച്ച കാലത്ത് കൂടെയുണ്ടായിരുന്നത് സന്യാസിമാർ, സൂഫികൾ. ബഷീർ കൃതികളിലെ പ്രധാന സവിശേഷത ഹാസ്യം, സാമൂഹിക വിമർശനം. ബഷീർ എഴുതിയത് ഏത് ഭാഷയിലാണ്? മലയാളം. ബാല്യകാലസഖിയിലെ പ്രസിദ്ധമായ വാചകം ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന്. ബഷീറിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ച വർഷം 1993. ബഷീറിൻ്റെ കൃതികൾക്ക് ലഭിച്ച അംഗീകാരങ്ങൾ പത്മശ്രീ, സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. ബഷീർ ജയിൽ അനുഭവങ്ങൾ എഴുതിയ പ്രധാന നോവൽ മതിലുകൾ. ബഷീറിൻ്റെ കൃതികളിൽ പ്രതിഫലിക്കുന്ന മതം മനുഷ്യത്വം. ബഷീറിൻ്റെ പ്രശസ്തമായ പ്രയോഗം വെളിച്ചത്തിനൊന്തു വെളിച്ചം എന്ന ഈ പ്രയോഗം ഏത് കൃതിയിലേതാണ്? മതിലുകൾ. ബഷീറിൻ്റെ കൃതികളിലെ പാത്തുമ്മയുടെ ആട് ആരുടെ കഥയാണ്? സ്വന്തം വീട്ടിലെ പാത്തുമ്മയുടെ. ബഷീറിൻ്റെ കുടുംബാംഗങ്ങൾ ആരെല്ലാം? ഉമ്മ, ബാപ്പ, സഹോദരങ്ങൾ. ബഷീർ വിവാഹം കഴിച്ചത് ആരെ? ഫാബി ബഷീർ. ബഷീറിൻ്റെ മക്കൾ ഷാഹിന, അനീസ്. ബഷീർ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് ബേപ്പൂർ സുൽത്താൻ്റെ വീട്. ബഷീറിൻ്റെ നോവലുകളിൽ ഏറ്റവും ദൈർഘ്യമുള്ളത് എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടാർന്ന്. എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടാർന്ന് എന്ന കൃതിയിലെ പ്രധാന വിഷയം സാമൂഹിക അനാചാരങ്ങൾ.